നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാദം കേൾക്കാൻ വനിതാ ജഡ്ജിമാരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു ഹൈക്കോടതി. SP സുജിത് ദാസിന് സസ്പെൻഷൻ, സീറ്റ് നിഷേധിച്ചു ഹരിയാന മന്ത്രി. ചൗധരി രഞ്ജിത് സിംഗ് ചൌട്ടാല രാജിവെച്ചു. പീഡന കേസ് M മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും M മുകേഷിനെ മാറ്റി. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കം അനുവദിക്കില്ല മന്ത്രി V ശിവൻകുട്ടി. നിർമ്മാണ മേഖലയിൽ തുല്യവേതനം ഉറപ്പാക്കണം അഡ്വക്കേറ്റ് P സതീദേവി. പീഡനാരോപണം വ്യാജം, നിവിൻ അന്ന് ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ മേഖലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ഉറപ്പാക്കാൻ തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് പുതിയറയിൽ സംഘടിപ്പിച്ച കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ. എല്ലാ തൊഴിലാളി യൂണിയനുകളിലും സ്ത്രീക്കും പുരുഷനും ഒരേ അംഗത്വം തന്നെയാണ് ഉള്ളത്. എന്നാൽ നിർമ്മാണ മേഖലയിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ കൂലി നൽകുന്നതിനെ എതിർത്ത് മുന്നോട്ട് വരുന്ന ഒരു സംഘടനയെയും കണ്ടിട്ടില്ല. ഈ സാഹചര്യം മാറണം. അതിനായി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. കായികമായി വളരെയേറെ അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്കും നിർമ്മാണ മേഖലയിൽ തുല്യവേതനം ലഭ്യമാകുന്നില്ല എന്ന കാര്യം തൊഴിലാളി സംഘടനകൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രതിഫലത്തിലുള്ള അന്തരം കുറയ്ക്കാനും സ്ത്രീയുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഉറപ്പുവരുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കാനും തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഹർജികൾ കേൾക്കുകയെന്ന് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പ്രഖ്യാപിച്ചത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ വനിതാ ജഡ്ജിമാർ ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചുമായിരിക്കും പരിഗണിക്കുക. സജിമോൻ പാറയിലിന്റെ ഹർജിയും ഇനി ഈ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. വിഷയത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് പായ്ച്ചിറ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു ഈ നിർദ്ദേശം. വരുന്ന 10-ന് സർക്കാരിന്റെ മറുപടിക്കായി കേസ് പരിഗണിക്കുക പുതിയ ബെഞ്ചാക്കും. ഇതടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെ അടിസ്ഥാനമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയും ഇതിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈം എഡിറ്റർ TP നന്ദകുമാറിന്റെ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇനി ഹർജിക്കെല്ലാം പ്രത്യേക ബെഞ്ചാകും പരിഗണിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് IPASനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. മലപ്പുറം മുൻ SP ആയിരുന്നു. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഹരിയാന ഊർജ മന്ത്രി ചൗധരി രഞ്ജിത് സിംഗ് ചൌട്ടാല രാജിവെച്ചു. റാനിയ മണ്ഡലത്തിലെ MLA ആണ് ചൗധരി രഞ്ജിത് സിംഗ് ചൌട്ടാല. റാനിയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഒക്ടോബർ 5-ന് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 67 സീറ്റുകളുടെ പട്ടിക BJP ഇന്നലെയാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ചൗധരി രഞ്ജിത് സിംഗ് ചൌട്ടാല മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ഹരിയാന ഊർജ മന്ത്രി രഞ്ജിത് സിംഗ്, സഹമന്ത്രി ബിഷബ്ബർ സിംഗ് ബൽമികി, രതിയ MLA ലക്ഷ്മൺ നാപ്പ, മുൻ മന്ത്രിമാരായ കരൺദേവ് കാംബോജ്, കവിത ജെയിൻ, MP സാവിത്രി ജിണ്ടാൽ എന്നിവർ പ്രതിഷേധം അറിയിച്ചിരുന്നു. പീഡനാരോപണ പരാതിയിൽ M മുകേഷിന് ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലാണ് M മുകേഷിന് ജാമ്യം അനുവദിച്ചത്. നടിയുടെ പരാതിയിൽ M മുകേഷ് MLAക്കെതിരെ മരട് പോലീസ് കേസെടുത്തിരുന്നു. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. IPC 354, 509, 452 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും M മുകേഷിനെ മാറ്റി. CPMന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. B ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള
9 പേരും സമിതിയിൽ തുടരും. അതേസമയം സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനാരോപണവുമായി ബന്ധപ്പെട്ട് സാഹചര്യം മുതലെടുത്ത് വ്യാജ പീഡന പരാതികൾ ഉയർന്നു വരുന്നതാണ് ഭയപ്പെടുന്നുവെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പരാതികളുടെ മറവിൽ ബ്ലാക്ക് മെയിലിംഗിനുള്ള കളമൊരുക്കുന്നത് ഗൗരവമായി കാണണം. വ്യക്തി വൈരാഗ്യം തീർക്കാനും പ്രതിച്ഛായ തകർക്കാനും പോലീസ് അന്വേഷണത്തെ ഉപയോഗിക്കുന്നുവെന്ന് സർക്കാർ ഗൗരവമായി കാണണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. വരുന്ന ഓരോ പ്രശ്നത്തെയും ജനതാൽപര്യ മുൻനിർത്തി പരിഹരിക്കുന്ന മികച്ച ഭരണാധികാരിയാണ് മുഖ്യമന്ത്രിയെന്നും നാടിന്റെ ജനനായകനെതിരെയുള്ള ദുരാരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നടന്ന കുറ്റകൃത്യത്തെ പിന്തുടർന്ന് ഹൈദരാബാദിലെ മയക്കുമരുന്ന് കേന്ദ്രം കണ്ടെത്തി പൂട്ടിക്കുകയും പ്രബലനായ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവം ഈ അടുത്താണ് ഉണ്ടായത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷയും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടി കേരള പോലീസ് മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിനെതിരെ ഉയർന്നു വരുന്ന പരാതികൾ മേൽ അന്വേഷണം നടത്തുകയും കുറ്റം തെളിഞ്ഞാൽ ബന്ധപ്പെട്ടവർക്കെതിരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളും കൈക്കൊണ്ട സർക്കാരാണിത്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഉയർന്ന ആരോപണങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഉയർന്നുകേട്ട കയ്യടി പോലീസ് സേനാംഗങ്ങൾക്കിടയിലും ഇത്തരം നടപടികൾ വലിയ സ്വീകാര്യതയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒറ്റപ്പെട്ട ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് സ്വയം പരിഹാസ്യരാവുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് RSS ബന്ധം ആരോപിക്കുന്ന പ്രതിപക്ഷ നേതാവ് RSS പരിപാടിയിൽ നിലവിളിക്ക് കൊളുത്തുന്ന ചിത്രം ജന മനസ്സിലുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആകെ RSSനെതിരെയുള്ള ജനമുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവാണ് പിണറായി വിജയൻ. KPCC പ്രസിഡന്റ് K സുധാകരൻ RSS ശാഖകൾക്ക് കാവൽ നിൽക്കുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം. പിണറായി വിജയൻ എന്ന ഭരണ കർത്താവിന്റെ മികവും മേന്മയും നാം കാണുന്നതാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഇതിന് വ്യക്തിപരമായ തന്നെ നേതൃത്വം നൽകിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി സിനിമാ ഷൂട്ടിംഗിൽ പങ്കെടുത്തിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കി. ഷൂട്ടിംഗ് ദിവസമെടുത്ത ചിത്രങ്ങൾ അതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഡിസംബർ 14 സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി നൽകിയത്. എന്നാൽ 2023 ഡിസംബർ 14 മുതൽ 15 പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് പറഞ്ഞു. നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണെന്നും യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്ന് ആഗ്രഹിക്കുന്നതായും വിനീത് വ്യക്തമാക്കി. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്. 300ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളടങ്ങിയ ആൾക്കൂട്ടത്തിന് ഇടയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ നടന്ന ഷൂട്ടിംഗ് പുലർച്ചെ വരെ നീണ്ടു. ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിനാണ് നിവിൻ പോയത്. ഷൂട്ടിംഗ് കേരളത്തിൽ ആയിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. നിർമ്മാതാവ് AK സുനിലാണ് 2ാം പ്രതി. കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് ആരോപണം. തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ട് പോലുമില്ലെന്ന് നിവിൻ പറഞ്ഞിരുന്നു. കൂടാളിയിലെ ക്ലാസ് മുറികളിൽ ശാസ്ത്രമാസിക വിതരണം തുടങ്ങി. കൂടാളി ഗ്രാമപഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായി 15 സ്കൂളുകളിലെ 206 ക്ലാസ് മുറികളിലും ശാസ്ത്രമാസികകൾ വിതരണം തുടങ്ങി. യുറീക്ക, ശാസ്ത്രകേരളം എന്നീ മാസികകളാണ് ക്ലാസ് മുറികളിലെത്തുന്നത്. ഈ മാസികയുടെ അടിസ്ഥാനത്തിൽ 2 മാസം കൂടുമ്പോൾ എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര ക്വിസ് മത്സരം നടത്തും. വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകും. മാർച്ച് മാസം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മെഗാ ക്വിസ് മത്സരവും നടത്തും. ഇതിനു പുറമെ ഓരോ മാസങ്ങളിലും വ്യത്യസ്ത ദിനാചരണങ്ങളിൽ കുട്ടികൾ ക്ലാസ് എടുക്കും. വിവിധ പ്രൊജക്ടുകളും കുട്ടികൾ തയ്യാറാക്കും. മാസിക വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുട്ടന്നൂർ ദേശമിത്രം LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ശ്രീകല അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം P ഗീത, PK ബൈജു എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപക VK ഷമീന സ്വാഗതവും MK അനീഷ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കസദി മീഡിയ. റേഡ്കോ ഓണം കിറ്റിന്റെ വിപണന ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു.
റേഡ്കോ ഓണം കിറ്റിന്റെ സംസ്ഥാനതല വിപണന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ മാധവന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ റേഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ, ഡയറക്ടർ ആർ അനിൽകുമാർ, സിഇഒ വി രതീശൻ, മാർക്കറ്റിംഗ് മാനേജർ മിന്നുഷ് ആർ രമേശ്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ CH ശ്രീജിത്ത്, വി ബിജുലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സപ്ലൈകോയിൽ വിലക്കുറവും ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സും. സെപ്റ്റംബർ 6 തുടങ്ങി രാവിലെ 9:30 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഓണം ഫെയറിൽ 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. നെയ്യ്, തേൻ, കറി മസാലകൾ, മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്ററീസ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നുണ്ട്. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും നൽകുന്നുണ്ട്. ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ ക്യാരി ബാഗിൽ 55 രൂപയുടെ 6 വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ 189 രൂപയ്ക്ക് നൽകും. ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 6 മുതൽ ഓണം ഫെയറുകളിലും സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നടപ്പിലാക്കും. വിവിധ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെ 10% വരെ വിലക്കുറവുണ്ടായിരിക്കും ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നൽകുക. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് MRPയേക്കാൾ 50% വരെ വിലക്കുറവ് ഈ മണിക്കൂറുകളിൽ ലഭിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെയായിരിക്കും ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ്. സെപ്റ്റംബർ 14 വരെയാണ് ഓണം ഫെയർ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു പ്രധാന വിൽപ്പനശാലയുടെ പരിസരത്ത് ഓണം ഫെയറുകൾ സെപ്റ്റംബർ 10 മുതൽ 14 വരെ സംഘടിപ്പിക്കുന്നുണ്ട്. വിലക്കുറവും ഓഫറുകളുമായി സപ്ലൈകോ ഓണം ഫെയറിന് കണ്ണൂരിൽ വെള്ളിയാഴ്ച തുടക്കമാവും. വിലക്കുറവും ഓഫറുകളുമായി സപ്ലൈകോ ഓണം ഫെയറിന് കണ്ണൂരിൽ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച തുടക്കമാകും. ജില്ലാ ഫെയർ 6 രാവിലെ 11 മണിക്ക് കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയാകും. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ആദ്യ വിൽപ്പന നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ N സുകന്യ, വെള്ളോറ രാജൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, MP മുഹമ്മദ് അലി, M ഉണ്ണികൃഷ്ണൻ, ജോയ് കൊന്നക്കൽ, ധീരജ് C, അസ്ലം ബിലാക്കിൽ, PK ഗിരിജൻ, അശോകൻ PC, രതീഷ് ചിറക്കൽ, TC മനോജ് തുടങ്ങിയവർ സംസാരിക്കും. ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് K സാമുവൽ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷാജു KM നന്ദിയും പറയും. നൈപുണ്യ പരിശീലനദാതാക്കളുടെ ഉച്ചകോടി ശനിയാഴ്ച കണ്ണൂരിൽ. നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന വികസന മിഷനും സംയുക്തമായി സെപ്റ്റംബർ 7 ശനിയാഴ്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നു. 7 രാവിലെ 10:30 കണ്ണൂർ പുതിയതെരു മാഗ്നറ്റ് ഹോട്ടലിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ തുടങ്ങിയവർ സംസാരിക്കും. കേരളത്തിന്റെ നൈപുണ്യ വികസനത്തിന്റെയും നൈപുണ്യം നേടിയവരെ തൊഴിലുമായി ബന്ധിപ്പിക്കുന്നതിന്റെയും നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ ആൻഡ് സ്റ്റേറ്റ് സ്കിൽ സെക്രട്ടേറിയറ്റ് ഉച്ചകോടിക്ക് മേൽനോട്ടം നൽകും. ഫോൺ നമ്പർ 85 90 72 10 16. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.